ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അനാറിൻ്റെ ഒരു ജ്യൂസായിട്ടാണ് വന്നത്. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ, ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂട്. മഴ പോയിനത്ര അപ്പോഴേക്ക് തുടങ്ങി ചൂട്. അങ്ങനത്തെ ചൂടുണ്ടായി. ഞാൻ ഈ ജ്യൂസാക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു ജ്യൂസാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ആക്കിയത്. അപ്പോൾ അനാറ് എന്ന് വെച്ചാൽ അനാറല്ല, ഞങ്ങൾ ഉറുമപ്പായോ എന്ന് പറയും, കാസർഗോഡ് ഉറുമപ്പായോ എന്ന് പറയുന്നതിനാ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് വിത്തെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനെ ഞാൻ എന്താക്കി, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല കട്ടപ്പാൽ ഒഴിക്കുന്നുണ്ട്. നല്ല കട്ടപ്പാൽ തന്നെ ഒഴിക്കണം. നമ്മൾ ഫ്രീസറിൽ പാലിനെ കട്ട കട്ടിച്ചിട്ട് വെച്ചിട്ട് ഇതിലേക്ക് കട്ടപ്പാൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. ഈ ചൂട് സമയത്ത് ആ കട്ടപ്പാൽ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ടേസ്റ്റ് അല്ലേ. അപ്പോൾ കട്ടപ്പാൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണോ. പിന്നെ അതിലേക്ക് പഞ്ചാര ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര മധുരത്തിന് ആവശ്യമായ പഞ്ചാര ഇട്ടിട്ട് കൊടുക്കുക. ഞാനൊരു 5 സ്പൂൺ ഇട്ടിട്ട് കൊടുത്തിന്. ഇപ്പോൾ ഷുഗർ ഉണ്ടവരെല്ലാം നല്ല പഞ്ചാര ഇട്ടിട്ടൊന്ന് കുടിക്കേണ്ടത്. ജ്യൂസാക്കിയിട്ട് കുടിക്കാതൊക്കെ തന്നെ നല്ലത്. നമ്മൾ ജ്യൂസ് കുടിക്കുന്നതായിട്ട് നല്ലത് നമ്മൾ ഇതിൻ്റെ വിത്തിനെ ഇതാക്കിയിട്ട് തിന്നുന്നത് നല്ലത്. ഡോക്ടർമാരും നമ്മളോട് പറയുന്നത് പിന്നെ ജ്യൂസാക്കിയിട്ട് കുടിക്കാൻ കഴിയല, ഇങ്ങനെ ഫ്രൂട്ട്സ് മുറിച്ചിട്ട് തന്നെ തിന്നണമെന്നല്ല നമ്മളോട് പറയുന്നത്. അപ്പോൾ ഉറുമപ്പാലെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ വിത്ത് ഇട്ട് പാലും വീത്തിയിട്ട് പഞ്ചാര കൂട്ടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ടെടുത്ത് നല്ല അടിക്കാൻ കഴിയല. ഫൈനായിട്ട് അടിച്ചെങ്കിൽ അതിൻ്റെ വിത്തെല്ലാം അതിൽക്ക് ഇതായിട്ട് കഴിക്കുന്നേ. നമ്മൾ കുറച്ച് നേരം ഒരു 2 കറക്ക് കറക്കിയിട്ട് എടുത്താൽ കഴിയും. എന്നിട്ട് നല്ല പാലൊരു അരപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം. അരപ്പ പിന്നെ വലിയത് നോക്കിയിട്ട് എടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ ചെറുതുണ്ടായതുകൊണ്ട് ഞാൻ ചെറുതെടുത്തിനത്. വലുത് അവിടെ ഉണ്ടെന്ന് പരത്തിയിട്ട് കണ്ടേ ഇല്ല, അവിടെ എടോ ഉണ്ട്. അങ്ങനെ ഞാൻ ചെറുത് പെട്ടെന്ന് നമുക്ക് വേണമല്ലോ, അപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ അരച്ചിട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് വീട്ടിയിട്ട് ഞാൻ അരച്ചിട്ടെടുക്കുന്നുള്ളത്. വലുതെങ്കില്ല നമുക്ക് പെട്ടെന്ന് ഒരേ ഇത് ഇതിലെന്നെ അരിഞ്ഞിട്ട് കിട്ടട്ടെ. ഇപ്പം അത് എവിടെ തേടിയിട്ട് നമുക്ക് കിട്ടിയേയില്ല. അങ്ങനെ ജ്യൂസെല്ലാം റെഡിയായി. എല്ലാം അരച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ ഇട്ടിട്ട് നല്ല മധുരം നെല്ലിയിട്ട് ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടില്ല, പഞ്ചാര തന്നെ ഇട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ആക്കണം, അപ്പോൾ മറക്കണ്ട.